ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് കോടതി ഉത്തരവിട്ടു. റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള ഓഡിയോ വീഡിയോ തെളിവുകളും കൈമാറണം. അന്വേഷണ സംഘം നടപടിയെടുക്കണമെന്നും അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ സത്യവാങ്മൂലം നൽകണമെന്നും പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. 4.5 വർഷം എന്ത് ചെയ്തെന്നും എന്തുകൊണ്ട് അടിയന്തര നടപടിയെടുത്തില്ലെന്നും കോടതി ചോദിച്ചു. സർക്കാരിന്റേത് അതിശയിപ്പിക്കുന്ന നിഷ്ക്രിയത്വമെന്നും കോടതി വിമർശിച്ചു. മാധ്യമ വിചാരണ പാടില്ലെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീകാന്തിലേക്ക് വീണ്ടും. ശ്രീകാന്ത്, ഇതിലിപ്പോൾ നിയമനിർമ്മാണം വേണ്ടതുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് കൂടി കോടതി പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം തന്നെ ലിംഗവിവേചനം ഇതിൽ നടക്കുന്നുണ്ട്, ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അതൊന്നും അനുവദിക്കാൻ കഴിയുന്നതല്ല. സ്ത്രീകൾ എന്നുള്ളത് മൈനോറിറ്റിയല്ല, മജോറിറ്റിയാണ് എന്നതടക്കം കോടതി ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ കൂടി, പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തണം, അത് അടിയന്തരമായി പരിശോധിക്കണം എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമാണ്. അതായത് ഇത് അത്ര നിസ്സാര കേസായി പോകില്ല, ഏറ്റവും ഗൗരവതരമായ കേസായി ഹൈക്കോടതി ഇത് പരിഗണിച്ചിരിക്കുന്നു. പായിച്ചറ നവാസ നൽകിയ, തിരുവനന്തപുരം സ്വദേശി പായിച്ചറ നവാസ നൽകിയ ഹർജി, പൊതുതാൽപര്യ ഹർജി, അത് സിനിമാ മേഖലയിൽ തീ പിടിപ്പിക്കുന്നു. സർക്കാരിനെ കോടതി എടുത്ത് കുടയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്രയേറെ വിമർശനം സർക്കാർ ഇതിനോടകം ഏറ്റുവാങ്ങി. ഇതുവരെ നിങ്ങൾ ചെറുവിരൽ അനക്കിയോ എന്നുള്ളതാണ് സർക്കാരിനോട് കോടതി ചോദിച്ചത്. 2021 മുതൽ DGP ഈ റിപ്പോർട്ട് കൈവശം വെച്ചിട്ടും പോക്സോ അടക്കമുള്ള വകുപ്പുകൾ കുറ്റങ്ങൾ ഇതിൽ തെളിഞ്ഞിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് അഡ്വക്കേറ്റ് ജനറലിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ജസ്റ്റിസ് CS സുധയുടെ ഊഴമായിരുന്നു. സർക്കാരിന്റെ തോൽവി, സർക്കാരിന്റെ പതനം ഈ കേസിൽ പൂർണ്ണമായി ഉറപ്പിക്കുകയാണ് ജസ്റ്റിസ് CS സുധ. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ സിനിമാ മേഖലയിൽ കാണാനേ സാധിക്കുന്നില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്നവർ പറയുന്നത് സിനിമാ വ്യവസായം സ്ത്രീ കേന്ദ്രീകൃതം ആകണമെന്നല്ല പറയുന്നത്, തുല്യത ഉറപ്പാക്കണം എന്നുള്ളതാണ് ആവശ്യമെന്ന് ജസ്റ്റിസ് CS സുധ പറയുന്നു. ഒപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നേരിടുന്നത് ലിംഗവിവേചനമാണ് എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു. അതിന് സർക്കാരിന്റെ അഴകുഴമ്പൻ മറുപടി എത്തുന്നത് ഇങ്ങനെയാണ്: ഒരാളെ ജോലിക്കെടുത്തേ പറ്റൂ എന്ന് എങ്ങനെ നിർബന്ധിക്കാനാകും എന്നുള്ളതാണ് സർക്കാർ അതിന് ചോദിക്കുന്ന മറുപടി. സർക്കാർ മറുപടിയില്ലാതെ കോടതിയിൽ ഉഴലുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അനുജ, നിലവിൽ ഏറ്റവും ഒടുവിൽ കോടതി നിയമനിർമ്മാണത്തിന്റെ സാധ്യത പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ഈ കേസിലെ ഇതിലെ ഹർജിക്കാരൻ പായിച്ചറ നവാസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഈ ഹർജിക്ക് തുടക്കമിട്ട വ്യക്തി കൂടിയാണ് പായിച്ചറ നവാസ്. നിലവിൽ ഈ കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോടതി ഏറ്റവും ഒടുവിൽ പറയുന്നത് നിയമനിർമ്മാണം നടത്തണം എന്നുള്ളതാണ്. താങ്കളാണ് ഈ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. മറ്റ് ഒട്ടനേകം ഹർജികൾ ഉണ്ടായിരുന്നെങ്കിലും ഈ പൊതുതാൽപര്യ ഹർജിയാണ് അതിന്റെ നാന്ദിയായി വന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണമായ റിപ്പോർട്ട് കോടതി വിളിച്ചു വരുത്തി പരിശോധിച്ച് കോടതിയുടെ നോട്ടത്തിൽ അതിൽ കഴമ്പുണ്ട് എങ്കിൽ FIR എടുക്കണമെന്നായിരുന്നു എൻ്റെ ആവശ്യം. പക്ഷേ 100% കോടതിക്ക് വിളിച്ചു വരുത്തി, കോടതിക്ക് 100% ബോധ്യമായിട്ടുണ്ട്, അതിൽ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കോടതി ഇന്ന് സംശയത്തിനതീതമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനോട് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇതിൽ FIR പോലും എടുത്തിട്ടില്ല? അതായത് 58ഓളം പേര് മൊഴി കൊടുത്തിട്ടുണ്ട്, 75ലധികം പേർക്കെതിരെ ആരോപണങ്ങളുണ്ട്, ഒരാൾക്കെതിരെ പോലും ഒരു FIR പോലും ഇന്നേവരെ എടുത്തിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ഹൈക്കോടതി പ്രത്യേകം ചോദിച്ചു. പിന്നെ ഇതിൻ്റെ നിയമവശങ്ങൾ എൻ്റെ അഭിഭാഷകർ വന്നിട്ട് അവർ സംസാരിക്കും. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. നിലവിലിപ്പോൾ കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇതിലെ നിയമനിർമ്മാണ സാധ്യത അതെന്തുണ്ടെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1. 2, അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് കൈമാറണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഇത്തരമൊരു അന്വേഷണത്തിൽ താങ്കൾ എന്തെങ്കിലും തരത്തിലുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഹൈക്കോടതിയുടെ ഇടപെടലാണ്. ഇതൊരു മജിസ്ട്രേറ്റ് കോടതിയോ അല്ലെങ്കിൽ മുൻസിഫ് കോടതിയോ അല്ല, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലാണ്. എൻ്റെ ഒരു പരാതിയിൽ ഒരു വിശദമായൊരു ഓർഡർ വന്നിരുന്നു. അന്ന് തന്നെ ആ ഓർഡറിൽ കോടതി ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനൊരു അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്നത്, എന്തുകൊണ്ട് FIR എടുക്കുന്നില്ല. അന്നത്തെ ഓർഡർ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് വിശദമായിട്ട് റിപ്പോർട്ട് കൂടി പരിശോധിക്കുന്നു.
റിപ്പോർട്ട് കൂടി സ്പെഷ്യൽ ബെഞ്ച് കേരളത്തിൽ ഒരു സിനിമാ മേഖലയിലെ വിഷയം ശരി, പരിഹരിക്കുന്നതിന് വേണ്ടി ഹർജിക്കാരൻ പായ്ച്ചിറ നവാസുമായി സംസാരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്ത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണത്തിന്റെ സാധ്യത പരിശോധിക്കണം, അത് സ്ത്രീപക്ഷ കാഴ്ചപ്പാടിലൂടെയാകണം എന്ന് കോടതി പറഞ്ഞു വെക്കുകയാണ്. സ്ത്രീ കേന്ദ്രീകൃതമാകണം സിനിമാ വ്യവസായം എന്ന് പറയുന്നില്ല, പക്ഷെ തുല്യത അത് എത്രത്തോളം പ്രധാനമാണ് എന്നത് കോടതി ഓർമ്മിപ്പിക്കുന്നു.